എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യത ഇല്ല എന്നല്ല ട്ടോ അല്ല. അതെ അതെ അതെ, നിങ്ങൾ ആ ഒരു ബ്രാഞ്ചിൽ മാത്രം പഠിച്ചത് കൊണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസംബറിന് ശേഷം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും എന്നാണ്. നമുക്ക് ഏത് അതായത് ബിടെക് എന്ന് പറയുന്ന ഡിഗ്രി ഉള്ളവർക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് IO എന്ന് പറയുന്നത്. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനെ കുറിച്ചുള്ള ഒരു അനാലിസിസിന് വേണ്ടിയാണ് മിസ്സും ഞാനും വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് അഥവാ IO നമ്മൾ ഷോർട്ടായിട്ട് പറയുന്ന ഈ ഒരു എക്സാമിനെ കുറിച്ചാണ്. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഒരുപാട് സാധ്യതകളുള്ള ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള ഒരു എക്സാം ആണ്. അത് നമ്മൾ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡിസ്കഷന്. അപ്പൊ ഈ ഒരു പോസ്റ്റിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ വേക്കൻസി എത്രത്തോളം വേക്കൻസീസ് വരാറുണ്ട്? അതിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PSC എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ബ്രാഞ്ചസ് ഡോമിനേറ്റ് ചെയ്താണ് നോട്ടിഫിക്കേഷൻ വരാറുള്ളത് അല്ലേ. അതായത് സിവിലുകാർക്ക് കുറച്ച് കൂടുതൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇത് മൂന്ന് ബ്രാഞ്ചസും നോർമലി കുറച്ച് വരാറുണ്ട്. പക്ഷെ സിവില് പിന്നെ മെക്കാനിക്കൽ ആ ഒരു ഓർഡറിലാണ് സാധാരണ വരാറ്. അപ്പൊ അതിനകത്ത് ബാക്കി ബ്രാഞ്ചസ് ഇപ്പൊ ഇലക്ട്രോണിക്സ് ആണെങ്കിലോ കെമിക്കലൊക്കെ കഴിഞ്ഞവർക്കാണ് വളരെ കുറഞ്ഞ വേക്കൻസീസും വല്ലപ്പോഴും ഒക്കെ എക്സാം വിളിക്കുന്നത് ആണ്. അപ്പൊ അവർക്കെല്ലാം പറ്റിയ ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ ഈ ഒരു പോസ്റ്റിനെ നമുക്ക് വിളിക്കാം അല്ലേ. അതെ, കാരണം ഇവിടെ ശരിക്കും ഒരു ഡോമിനൻസ് ആർക്കും ഇല്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അത് തന്നെയാണ്. അതായത് നിങ്ങളിപ്പോ ഇലക്ട്രിക്കലില് ഭയങ്കര നോളജ് ഉള്ള ആളാന്ന് വിചാരിക്കും, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പൊ സിവിൽ കഴിഞ്ഞ ഒരാളാണെങ്കിൽ അയാൾക്കും അഡ്വാൻറ്റേജ് ഇല്ല, കാരണം അയാൾ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും മെക്കാനിക്കലും ഒക്കെ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിന്റെ അഡ്വാൻറ്റേജ് ആർക്കാണ് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ, അതായത് കൃത്യമായ ഗൈഡൻസോട് കൂടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ. സെൽഫ് പ്രിപ്പറേഷൻ ഒരിക്കലും എന്തായാലും ഇവിടെ പോസിബിൾ അല്ല. കാര്യം വെച്ചാൽ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഫസ്റ്റ് ഇയർ ഒരു ബേസിക് വേറെ സബ്ജക്ട്സ് ബ്രാഞ്ചസിന് പഠിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രഗിൾ ചെയ്താ പഠിക്കുന്നത്. പിന്നെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തിയറി പോലും അല്ല, നമുക്ക് ഒരു പോയിന്റ് എഴുതിയ മാർക്ക് കിട്ടൂല, കറക്റ്റ് ആൻസർ മാർക്ക് പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അതെ, പോയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ തന്നെ ഇത്രയും നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ടൈം എടുക്കും. ആ ടൈമിനുള്ളിൽ നമുക്ക് നല്ല നോളജ് ഉള്ള ഒരാൾ വന്ന് പറഞ്ഞ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ കഴിയുമെങ്കിൽ അതായത് ഏറ്റവും ബെറ്റർ. കാരണം ഇപ്പൊ നമ്മള് അന്നത്തെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പോകുമ്പോ ഉള്ള ആ ഒരു കേപ്പബിലിറ്റി ആയിക്കില്ല ഇപ്പൊ. അത് കഴിഞ്ഞ് നമ്മൾ ബിടെക് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു ഇയർ ഗ്യാപ്പ് അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു പുതിയ ടോപ്പിക് പഠിച്ചെടുക്കാനുള്ള എന്താ പറയാ നമ്മള് സെൽഫ് പ്രിപ്പറേഷൻ സാധ്യത അവിടെ വളരെ കുറവാണ്. ഇല്ല, നമുക്ക് അതിനുള്ള എഫേർട്ടും ചിലപ്പോൾ എടുക്കാൻ വർക്കിംഗ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു കാര്യം നോക്കണ്ട. നമ്മളിപ്പോ സിവിലുകാർ എപ്പോഴും എക്സാം എഴുതുന്നവർ, അവർക്ക് വർഷത്തിൽ ത്രൂ ഔട്ട് എല്ലാവരും 3 മാസം കൂടുമ്പോൾ എക്സാംസ് കിട്ടുന്നത്. പക്ഷെ അവർക്ക് പോലും ഈ ഒരു എക്സാമിന് അഡ്വാൻറ്റേജ് ഇല്ല, ഒരു അഡ്വാൻറ്റേജും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇലക്ട്രിക്കൽ ഒക്കെ സബ് എഞ്ചിനീയർ എക്സാം ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ലിസ്റ്റിൽ ഒരുപാട് ആൾക്കാർ അതിലൊന്നും എന്തായാലും അവർക്കും പ്രത്യേകിച്ച് എന്തില്ല, ഒരു അഡ്വാൻറ്റേജും ഇല്ല. അഡ്വാൻറ്റേജ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യത ഇല്ല എന്നല്ല ട്ടോ. അതെ അതെ അതെ, നിങ്ങൾ ആ ഒരു ബ്രാഞ്ചിൽ മാത്രം പഠിച്ചത് കൊണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. ബേസിക്സ് എല്ലാ ബ്രാഞ്ചസിന്റെയും ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇതിന്റെ എല്ലാം ബേസിക്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം അതിപ്പം നമ്മൾ എൻട്രിയുടെ ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് അവിടെ തന്നെയാണ് കിടക്കുന്നത്. സാറിന് എന്താ തോന്നുന്നത്? അല്ലേ, കറക്റ്റ് ആണ്. അതായത് നമ്മൾ ഓരോ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അപ്പം നമ്മളിപ്പോ ഏകദേശം ഓരോ ബ്രാഞ്ചസും സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 6 ഇയേഴ്സോളം കംപ്ലീറ്റ് ആയി. സോ ഓരോ ബ്രാഞ്ചസിലും നമുക്ക് എന്താണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, വളരെ പ്രീമിയം ഫാക്കൽറ്റീസ് നമുക്ക് ഓരോ ബ്രാഞ്ചിലുണ്ട്. ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും കെമിക്കൽ ആണെങ്കിലും എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും മികച്ച നമ്മൾ എൻട്രി ആപ്പ് നിങ്ങൾക്ക് അറിയാം, ഏറ്റവും മികച്ച അധ്യാപകരെ മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാറുള്ളൂ. സോ ആ അധ്യാപകര് അവരുടെ സബ്ജക്റ്റിനെ മറ്റുള്ളവർക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ ഇലക്ട്രിക്കലിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എന്തായാലും വെച്ചാൽ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് ഇപ്പൊ എങ്ങനെ എടുത്താലും അവർക്ക് എന്തായാലും മനസ്സിലാവും. പക്ഷെ സിവിലുകാർക്കും അതേപോലെ ഇലക്ട്രോണിക്സുകാർക്കും എങ്ങനെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത്രയും ബേസ് ലെവലിൽ എടുക്കണം. അതുപോലെ തന്നെ ആയിരിക്കും മിസ്സും അതേപോലെ തന്നെ മറ്റു അധ്യാപകരും ഒക്കെ ഓരോരുത്തരും എടുക്കുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു അപ്രോച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാനായിട്ട് വരും. പിന്നെ മാത്രമല്ല നമുക്ക് ഇത്രയും കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പൊ വന്ന് ലിസ്റ്റുകൾ എടുത്താലും ഗവൺമെന്റ് എടുത്താലും എൻട്രിലെ സ്റ്റുഡൻസ് അവിടെ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് ഓരോ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു എക്സ്പീരിയൻസ് അടിച്ചാൽ ഓഫീസിൽ ചെന്നപ്പോൾ വരെ അവിടെ ഗവൺമെന്റ് ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാർ സ്റ്റുഡൻസ് ആണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബ്രാഞ്ചസും അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഫ്രഷറായിട്ട് ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് പുതിയതായിട്ട് ഇലക്ട്രിക്കൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സിവിൽ പഠിക്കുമ്പോഴോ നിങ്ങൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ IO കോഴ്സ് എടുത്ത് നിങ്ങൾ ഈ IOയുടെ കാര്യം പറയാം, നമ്മൾ പോസ്റ്റിലേക്ക് വരാം, പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ പറയാം. മനസ്സിലാക്കട്ടെ. അതെ, നമ്മൾ വെറുതെ പഠിക്കുന്ന കാര്യം പറയുന്നതിന് മുന്നേ പോസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണമല്ലോ. നമുക്ക് ഏത് അതായത് ബിടെക് എന്ന് പറയുന്ന ഡിഗ്രി ഉള്ളവർക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് IO എന്ന് പറയുന്നത്. എനി ബ്രാഞ്ച് പറ്റും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏജ് ലിമിറ്റ് ഒക്കെ നമ്മൾ നോർമലി 18 to 36 ഒക്കെ തന്നെ. പേ സ്കെയിലും അത്യാവശ്യം നല്ലതാണ്. പിന്നെ പ്രൊമോഷൻ സാധ്യതകൾ വളരെ കൂടിയൊരു പോസ്റ്റാണ്.
അതായത് നല്ല രീതിയിൽ നല്ല പ്രൊമോഷൻസ് ഉണ്ട്. നല്ല അതായത് ഇതില്ലേ ഇപ്പൊ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് ഇപ്പൊ നിലവിൽ വിളിച്ചിട്ടുള്ളത്. അതിലെ വേക്കൻസീസ് നിങ്ങൾക്ക് അറിയാലോ 1 2 അങ്ങനെ വരുള്ളൂ. അത്രേ വരുള്ളൂ. അപ്പൊ ചില ആളുകളൊക്കെ വിചാരിക്കും അയ്യോലും അത്രയൊക്കെ തന്നെയുള്ളൂ 2 3 വേക്കൻസി ഒക്കെ ഉള്ളത്. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. അയ്യോല് നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ലിസ്റ്റ് എങ്ങനെയുണ്ട് സാർ? ഇപ്പൊ തന്നെ നല്ല ഐക്യാണ് 50ന്റെ മുകളിൽ ഇപ്പൊ തന്നെ പോയിട്ടുണ്ട്. ഇനി വരാനുണ്ട്. ഇനി വരാൻ ഡിസംബർ വരെയാണ്. ഡിസംബറിലാണ് ഈ ലിസ്റ്റ് എക്സ്പയർ ആവുന്നുള്ളത്. അപ്പോഴേക്കും എന്തായാലും നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ആവും. കാരണം ആളുകളൊക്കെ അതിന്റെ പിന്നാലെ എന്ത് ചെയ്യും, വർക്ക് ചെയ്തിട്ട് ലിസ്റ്റ് തീരാറുമ്പോ നോർമലി അങ്ങനെയാണ് ലാസ്റ്റ് ടൈമിൽ കുറച്ച് കൂടുതൽ പോസ്റ്റുകൾ വരാറുണ്ട്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഒരു 70 ഒക്കെ വരാനുള്ള ഉണ്ട്. അപ്പൊ അതുകൊണ്ട് AD പോലെ അല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ പോലെ വളരെ ചെറിയ പോസ്റ്റുള്ള ഒരു എക്സാം അല്ല ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. പിന്നെ അതുപോലെ തന്നെ പ്രൊമോഷൻ സാധ്യത നിങ്ങൾക്ക് ഡയറക്ടർ എന്ന് പറയുന്ന നല്ല പോസ്റ്റ് വരെ എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ലൊരു ജോബാണ്. അതായത് ഇപ്പം എന്താ പറയാ, നമുക്കൊരു സ്റ്റാർ ജോബ് എന്നൊക്കെ പറയാൻ പറ്റും. സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 75,000 എന്നൊക്കെ പറഞ്ഞാല് അത്രയും എന്താ പറയാ, അത്രയും പ്രീമിയം ആയിട്ടുള്ള ജോബാണ്. 75,000 സ്റ്റാർട്ടിംഗിൽ എന്നൊക്കെ പറഞ്ഞാല് ഒരു വലിയ പാക്കേജ് ആണ് അല്ലേ? വലിയൊരു പാക്കേജ് ആണ് ഇവിടെ സ്റ്റാർട്ടിംഗിൽ തന്നെ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ട്രാക്ക് കറക്റ്റ് ആയിട്ട് പോവാണെങ്കിൽ നമ്മള് ഒരു വലിയ പൊസിഷനിൽ, അതെ, എസ്പെഷ്യലി ഫ്രഷേഴ്സ് ഒക്കെ ആണ് ചെറിയ ഏജിൽ തന്നെ അയ്യോട്ട് കയറി കഴിഞ്ഞാൽ റിട്ടയർ ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒക്കെ നല്ല പൊസിഷനിലെത്തി റിട്ടയർ ആവാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ ലൈറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല. നല്ല പോസ്റ്റാണ്, ഞാൻ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അതിനെ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇവിടെ പോസിബിൾ അല്ല. അതെ. അപ്പം നമുക്ക് അതേപോലെ ആ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് അല്ലെ ഡിസിപ്ലിനിൽ ഇതുപോലെ ഒരു റിനോൺഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഗുഡ് അല്ലേ? അതെ. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 20 വർഷത്തെ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ? ഒരു 5 ബ്രാഞ്ച്, ഓരോ ബ്രാഞ്ചുകാരും 4 വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യാണ് ഇപ്പൊ പഠിക്കാൻ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 1 ഇയർ അല്ലെ, 1 ഇയർ 1.5 ഇയേഴ്സിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. ഇതിന് മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ബ്രാഞ്ചസും ഒക്കെ കാണുന്ന സമയത്ത് ആദ്യത്തെ കാഴ്ചപ്പാട് എന്തായിരിക്കും? ഇത് നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ സാലറി ഒക്കെ കണ്ടെങ്കിൽ കുറെ പേര് അപ്ലൈ ചെയ്യും. ഒരു 10,000-15,000 പേരൊക്കെ അപ്ലൈ ചെയ്യാൻ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ അപ്ലൈ ചെയ്യായിരിക്കും. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഒരു 1000-ന് താഴെ ഇതിനു വേണ്ടി സിൻസിയർ ആയിട്ട് പഠിക്കുന്ന ആളുകൾ. അത് ചിലപ്പോൾ ഈ 1000-ൽ താഴെ ഈ നമ്മൾ അപ്ലൈ ചെയ്ത സാർ പറഞ്ഞ നമ്പറിന്റെ എത്രയെങ്കിലും പെർസെന്റേജ് ആൾക്കാർ എക്സാം പോലും എഴുതുള്ളൂ. കാര്യം ഞാൻ പഠിച്ചില്ല, എഴുതുന്നില്ല എന്നുള്ള. പിന്നെ ചിലർ ഫോർ നെയിംസേക്ക് പോയി എഴുതിയാലും പഠിച്ചവര് സാറ് പറഞ്ഞ പോലെ 1000-ഓ അല്ലെങ്കിൽ അതിന് താഴെ ആൾക്കാരുണ്ട്. അവർക്ക് ആകെ അവരെ ബ്രാഞ്ചിൽ ആൻസർ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ അവരെ ബ്രാഞ്ചിൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ. ബ്രാഞ്ചസിന്റെ ഒന്നും ഒരു ആൻസർ എഴുതാൻ കഴിയില്ല, മനസ്സിലാവില്ല. പോലും പറ്റാത്ത രീതിയിലുള്ള ഓപ്ഷൻസുകളായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം. സോ നമ്പർ ഓഫ് അപ്ലിക്കൻസും നമ്പർ ഓഫ് എന്താ പറയാ പ്രിപ്പയർഡ് സ്റ്റുഡൻസും എന്തായിരിക്കും വളരെ നല്ല രീതിയിൽ കുറവായിരിക്കും, വ്യത്യാസം ഉണ്ടാവും തമ്മിൽ. അപ്പൊ അത് നോക്കിയിട്ട് അപ്പൊ അത് ശരിക്കും നമുക്കൊരു ആഡ് ഓൺ അഡ്വാൻറ്റേജ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കമ്പീറ്റൻസ് എത്ര കുറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ടോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ടോ എടുക്കാം. വലിയൊരു കട്ട് ഓഫ് വരാൻ സാധ്യതയില്ല. ഇല്ല അതാ ഇത്രയും ബ്രാഞ്ചസ് വരുന്നത് കൊണ്ട് ഒരിക്കലും ഇതൊരു 80+ കട്ട് ഓഫ് വരുന്ന ഒരു എക്സാം ആയിരിക്കില്ല. ഒരു 50+ ഒക്കെ കട്ട് ഓഫ് വരുള്ളൂ, അത് ഉറപ്പാണ്. പിന്നെ നമുക്ക് നമ്മുടെ കോഴ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോർമലി എല്ലാ കോഴ്സ് പോലെ തന്നെ നോർമൽ പ്ലാനും ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് പ്ലാനും ഉണ്ട്. അപ്പൊ നമുക്ക് എക്സാം ഡേറ്റും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസംബറിന് ശേഷം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും. നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാൻ കഴിയും. എത്തിയിട്ടുണ്ട്. അത് കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളിപ്പോൾ ആസ് ഓഫ് നൗ കൊടുക്കുന്നത് 2 വർഷത്തെ വാലിഡിറ്റി ഉള്ള പ്ലാനാണ് കൊടുക്കുന്നത്, നോർമൽ ബാച്ച്. അപ്പോൾ ഈ 2 വർഷത്തെ വാലിഡിറ്റിയിൽ ഇത് നോർമൽ പ്ലാനാണ്. അത് ഗോൾഡ് പ്ലാൻ അല്ലാത്തത് കൊണ്ട് തന്നെ യു വിൽ ബി ഏബിൾ ടു വ്യൂ ഓൺലി റെക്കോർഡഡ് ക്ലാസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് സിലബസ് എല്ലാം കംപ്ലീറ്റ്ലി ലൈൻ ബൈ ലൈൻ നമ്മൾ സിലബസ് കവർ ചെയ്ത്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏറ്റവും മികച്ച അധ്യാപകർ മാത്രമേ ഇതിൽ ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് സിലബസിനെ കുറിച്ചൊന്നും ഒരിക്കലും പേടിക്കേണ്ട. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. പിന്നെ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സസ് കഴിയുമ്പോഴും അതിനകത്ത് റിലേറ്റഡ് പ്ലേലിസ്റ്റ് ക്വിസുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് അതൊക്കെ നമുക്ക് പിന്നെ റിവിഷൻസ് അതെല്ലാം ഉള്ള സാധാരണ നമ്മുടെ പ്ലാൻ പോലെ തന്നെയാണ്
നോർമൽ പ്ലാൻ എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് നമ്മുടെ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ടായിരിക്കും. സാർ ആ മെന്റേഴ്സിന്റെ കാര്യം ശരിക്കും നമ്മൾ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ ഇപ്പം 2023 നമ്മുടെ കംപ്ലീറ്റ് റിസൾട്ടിന്റെ ഒരു അനാലിസിസ് നമ്മളിങ്ങനെ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു റിസൾട്ടിൽ ഭൂരിഭാഗം വന്നിട്ടുള്ളത് ഗോൾഡ് പ്ലാൻ എന്നാണ്. അതിന്റെ ഒരു റീസൺ എന്താ വെച്ചാൽ ഗോൾഡ് പ്ലാൻ എടുക്കുന്ന ആളുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് എന്തായിരിക്കും ടീച്ചേഴ്സായിട്ട് ഡൗട്ട് ചോദിക്കും, ഇന്ററാക്ട് ചെയ്യും, ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. സോ ഗോൾഡ് ബാച്ച് ശരിക്കും എപ്പോൾ എൻട്രിയുടെ എന്താണ് ഒരു റാങ്ക് ഷുവർ ആയിട്ടുള്ള ബാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. സോ അതാണ് ഒരു ഗോൾഡ് ബാച്ചിന്റെ പ്രത്യേകത. കാരണം അവിടെ ഒരു മെന്റർഷിപ്പ് ഉണ്ട്, നിങ്ങളുടെ പിന്നാലെ തന്നെ ഒരാളുണ്ടാവും. ഇപ്പൊ നമ്മള് ഇലക്ട്രിക്കലാണെങ്കിൽ ഇലക്ട്രിക്കലിന്റെ മെന്റേഴ്സ് നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചോന്ന് വരെ മോണിറ്റർ ചെയ്യാം, എത്ര പേര് പഠിച്ചു, എത്ര പേര് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട്, ആ മാർക്ക് ഷീറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതിനകത്ത് ടോപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതുപോലെ ഈ കോഴ്സ് ജസ്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇത് കിട്ടുന്ന അതെ, അത് വേറൊരു കാര്യമാണ്, വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ചില ആളുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യും, പിന്നെ ഇത് തൊടൂല. അത് കോഴ്സ് കിട്ടണം. നിങ്ങൾ ഈ എക്സാമിന് ഞാൻ പറഞ്ഞല്ലോ പ്രിപ്പയർഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നുള്ള കാര്യം കൺഫേം ആണ്. കാരണം ഇതെല്ലാവർക്കും അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്തൊരു എക്സാം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഏറ്റവും നല്ല കോഴ്സാണ്. സോ നിങ്ങൾ ഈ കോഴ്സ് എടുത്താൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. ഒരു വർഷം മിനിമം എന്തായാലും ഒരു വർഷം ഉണ്ട്, ഒരു വർഷം എന്തായാലും മിനിമം ഉണ്ട്. അപ്പൊ അത് ആ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ടൈം കിട്ടുന്നുണ്ട്. വേറെ ഏതെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് ദിവസം ഒരു 2 മണിക്കൂറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്രേ ഉള്ളൂ. കാരണം നമ്മളിപ്പോ ഓരോ ടോപ്പിക് നോക്കുമ്പോൾ നമ്മൾ എല്ലാ കോർ സബ്ജക്ട് എല്ലാം ഒന്നും വരുന്നില്ല. ഇല്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ഇയർ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും നമുക്ക് കുറച്ച് ഐഡിയ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ബിടെക് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് പോളിടെക്നിക് ലെക്ചർ പോലെ പാടുള്ള സിലബസ് അതുമല്ല. ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് കുറെ പോളിടെക്നിക്സിന്റെ എക്സാംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ലെക്ചർ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ അത് നോക്കി ബേസിക് പാർട്ടിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്ത് അതൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ്. ഡൗട്ട് ആയിരിക്കും ചിലപ്പോൾ ഇലക്ട്രിക്കൽ എക്സാംസിൽ തുടർച്ചയായിട്ട് ടോപ്പ് 10 വരുന്ന ആളുകൾ ഉണ്ടാവലുണ്ട്. സിവിലും അങ്ങനെ തന്നെ കുറെ ആളുകൾ കോമൺ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക. അതായത് ഈ സിവിലിലെ ടോപ്പ് 5 ആയിട്ടുള്ള ആളുകൾ, ഇലക്ട്രിക്കലിലെ ടോപ്പ് 5 ആയിട്ടുള്ള അങ്ങനെ ഒരിക്കലും. അതായത് ഇപ്പൊ ആവറേജ്, ഇപ്പൊ ഇലക്ട്രിക്കൽ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആള് സിവിലും എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്, മെക്കാനിക്കൽ പഠിക്കുകയാണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതില് സബ്ജക്ട് എക്സ്പേർട്ടിനെക്കാട്ടിലും ഒരു ജനറൽ എക്സ്പേർട്ട് ആണ് ഇവിടെ. ഹാർഡ് വർക്കിംഗ് സ്മാർട്ട് വർക്ക് ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് തന്നെയാണ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഗോൾഡ് ബാച്ചസും അവൈലബിൾ ആണ്, നോർമൽ ബാച്ചും അവൈലബിൾ ആണ്. ഗോൾഡ് ബാച്ച് നമ്മൾ ഉടനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാനുള്ള ഫോം ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കും. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും താഴെ കൊടുത്തിരിക്കും. അത് എല്ലാ ബ്രാഞ്ചസിനും സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സാംസിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. പിന്നെ അതുപോലെ നമ്മൾ അപ്സ്കില്ലിങ്ങിനും ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ വാട്സ്ആപ്പ് നമ്മളിപ്പോൾ ഒരിക്കലും നമ്മൾ ഇമെയിലോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യണം, പക്ഷെ അങ്ങനെ ആരും ചെയ്യാറില്ല. വാട്സ്ആപ്പ് നമ്മൾ എന്നും തുറക്കും, എപ്പോഴും തുറക്കും. അതെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾ എന്ന് രാവിലെ ഒന്ന് നെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ആ ചാനൽ ഒന്ന് പോയി കണ്ടു അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. അതുപോലെ നമ്മൾ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ടെക്നിക്കലിന്റെ എല്ലാ കണ്ടന്റും, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് ബ്രാഞ്ച് ഡെയിലി കണ്ടന്റ്, അതായത് ഏത് ബ്രാഞ്ചുകാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പം എല്ലാവരും എക്സാം പ്രിപ്പറേഷൻ ഉടൻ തന്നെ തുടങ്ങുക, അധികം ഡിലേ ചെയ്ത് കൊണ്ട് നമ്മളിപ്പം എക്സാം വരുമോ എന്ന് വിചാരിച്ചിരുന്ന എക്സാംസ് ഒക്കെ വരുന്ന എക്സാമ്പിൾ RRBG ഒക്കെ വന്ന പോലെ ഇത് പെട്ടെന്ന് വരും. അപ്പൊ നമുക്ക് ടൈം കിട്ടൂല. അതുപോലെ അല്ല ഇത്, ബിക്കോസ് ഇത് ബേസിക് എല്ലാ ബ്രാഞ്ചിന്റെയും പഠിക്കണം. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് കൊണ്ടുവച്ച് ഹറിബറിയായിട്ട് തീർക്കാൻ പറ്റുന്നതല്ല. ടൈം എടുത്ത് റിലാക്സ് ചെയ്ത്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ല, എക്സാം ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ റിലാക്സ് ചെയ്ത് പഠിക്കാൻ കഴിയും. അപ്പം അങ്ങനെ പ്രിപ്പറേഷൻ തുടങ്ങാം. താങ്ക് യു. അപ്പൊ ഏറ്റവും ഉഷാറാക്കിയിട്ട് നല്ലൊരു വിജയം തന്നെ കരസ്ഥമാക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മിസ് പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല, ഇന്ന് പഠിച്ചു തുടങ്ങി ഒരാഴ്ച പഠിച്ച് പിന്നെ നിർത്തി വെച്ചാൽ ആ പരിപാടിയും കാര്യമില്ല. കണ്ടിന്യൂസ്ലി പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ വേറെ ബ്രാഞ്ചസിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ പറയാ, കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ട്, എല്ലാവർക്കും മനസ്സിലാക്കുക. പിന്നെ ആ ബുദ്ധിമുട്ടുകളൊക്കെ ക്രാക്ക് ചെയ്യുമ്പോഴാണ് വലിയ വലിയ റിസൾട്ടുകൾ നമ്മൾ തേടിയെത്തുക. ഡയറക്ടർ പോസ്റ്റിലേക്കൊക്കെ പോകേണ്ട ആളുകളാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.